നമസ്കാരം. മല്ലൂസ് മില്ലൂസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. മലേഷ്യൻ സീരീസിൻ്റെ 5ാമത്തെ വീഡിയോ ആണിത്. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് മലേഷ്യയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള KL ടവറിലാണ്. KL ടവർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ക്വാലാലംപൂർ ടവറാണ്. പാർക്കിങ്ങിന് ഇത്തിരി സൗകര്യക്കുറവുള്ളതിനാൽ നമ്മളെ ഡ്രോപ്പ് ചെയ്തിട്ട് ഡ്രൈവർ പോയിട്ടുണ്ട്. ചെറിയ എസ്കലേറ്റർ വഴി നമുക്ക് മേളിൽ പോയിട്ട് അവിടെ നിന്നാണ് ലിഫ്റ്റ് ഉള്ളത്. നമ്മൾ എസ്കലേറ്റർ വഴി കയറി മുകളിലോട്ട് എത്തിയ ശേഷം ജസ്റ്റ് മുന്നിൽ കാണുന്ന കാഴ്ചയാണിത്. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് കാണാനായിട്ട്. അതായത് ഇവിടെയുള്ള ഒത്തിരി ബിൽഡിങ്സുകൾ കാര്യങ്ങളൊക്കെ എല്ലാം കാണാം. ഒരു പച്ചപ്പ് നിറഞ്ഞ ഒരു ഗാർഡനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല നല്ല ഫോട്ടോസ് ഇവിടെ നിന്ന് എടുക്കാം. സൈഡിലായിട്ടാണ് ടിക്കറ്റ് കൗണ്ടർ ഉള്ളത്. നമുക്ക് ടിക്കറ്റ്സ് ഓൺലൈനായിട്ടും ഇവിടെ വന്ന് ഡയറക്റ്റായിട്ടും എടുക്കാവുന്നേ ഉള്ളൂ. ഇവിടെ കാണുന്ന പച്ച സ്ക്രീനില്ലേ, ഇതിൻ്റെ ഫ്രണ്ടിൽ വെച്ച് നമ്മുടെ ഫോട്ടോ എടുത്ത ശേഷം അവർ ജസ്റ്റ് എഡിറ്റ് ചെയ്ത് ബാക്ക്ഗ്രൗണ്ട് നമ്മുടെ കളർഫുള്ളായിട്ടുള്ള മലേഷ്യൻ KL ടവറിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ വെച്ചിട്ട് ഫോട്ടോ റെഡിയാക്കി വെച്ചിരിക്കും. നമ്മൾ തിരിച്ച് വരുമ്പോഴത്തേക്കും അവർ നമ്മളെ കാണിക്കും. നമുക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ കാശ് കൊടുത്ത് ആ ഫോട്ടോ വാങ്ങാൻ പറ്റും. അങ്ങനെ നമ്മൾ ലെഫ്റ്റിലോട്ട് കയറിയിരിക്കുകയാണ്. ഈ KL ടവറിന് മൊത്തം 6 നിലകളാണുള്ളത്. നമ്മൾ ഒബ്സർവേഷൻ ഡെക്കിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ KL ടവറിൻ്റെ ഒബ്സർവേഷൻ ഡെക്കിൽ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നമ്മുടെ മുമ്പിൽ കാണുന്നൊരു ബിൽഡിംഗ് കണ്ടില്ലേ, ബുർജ് ഖലീഫ സ്റ്റൈലിൽ നീളത്തിൽ നിൽക്കുന്നൊരു ബിൽഡിങ്, അതാണ് മെർഡേക്ക ടവർ. വേൾഡ് സെക്കൻഡ് ടോളസ്റ്റ് ബിൽഡിങ്ങാണത്. 678.9 മീറ്റർ ഉയരമുണ്ട് ഈ മെർഡേക്ക ടവറിന്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ബിൽഡിംഗ് ഏതാണെന്ന് ഒരു കൊച്ചുകുട്ടിയോട് ചോദിച്ചാൽ പോലും പറയും ബുർജ് ഖലീഫ എന്നുള്ളത്. 829.8 മീറ്റർ ഉയരമാണ് ബുർജ് ഖലീഫയുടേത്. ബുർജ് ഖലീഫയിൽ നമ്മൾ പോയി ഒബ്സർവേഷൻ ഡെക്കിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ കാണാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ മേളിൽ കാർഡ് കൊടുക്കുന്നതായിരിക്കും, നിങ്ങൾക്ക് കയറി കാണാം. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ KL ടവറിൻ്റെ ഹൈറ്റ് എന്നുള്ളത് 421 മീറ്ററാണ്. ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്നുള്ളത്, നമ്മൾ ഈ ടവറിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മലേഷ്യയുടെ ക്യാപിറ്റലായിട്ടുള്ള ക്വാലാലംപൂരിൻ്റെ മുക്കും മൂലയും മീൻസ് എവിടെയൊക്കെ ബിൽഡിങ്സ് ഉണ്ടോ അതെല്ലാം കാണാൻ പറ്റും എന്നുള്ളതാണ്. KL ടവറിൻ്റെ അടുത്ത പ്രത്യേകത എന്നുള്ളത്, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ 7ാമത്തെ ടവറാണിത്. ശരിക്കും ഇതൊരു ടെലികമ്മ്യൂണിക്കേഷൻ ടവറാണ്. ഈ KL ടവറിന് തറക്കല്ലിട്ടത് 1991 ഒക്ടോബർ 1 കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്തത് 1991 ഒക്ടോബർ 4 1994 സെപ്റ്റംബർ 13 പണി പൂർത്തിയായി. KL ടവർ ഓപ്പൺ ആക്കിയത് 23 ജൂലൈ 1996. ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം നടന്നത് 1996 ഒക്ടോബർ 1 മലേഷ്യയിൽ വരുന്നവർ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു കാഴ്ചയാണ് ഈ ടവറിൽ നിന്നുള്ള ഒരു വ്യൂ എന്നുള്ളത്. പലതരം ഡിസൈനിൽ സ്റ്റൈല് വെറൈറ്റി ആയിട്ടുള്ള ഒത്തിരി ബിൽഡിങ്സുകൾ ഇവിടെ ഉണ്ട്. ഇതൊക്കെ തീർച്ചയായിട്ടും നമ്മൾ കണ്ടിരിക്കേണ്ട കാഴ്ച തന്നെയാണ്. ആക്ച്വലി ഞാനും ലൂക്കൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടൽ എവിടെയാണെന്നുള്ളതാണ്. ഐബിസ് ഹോട്ടലാണ്. പക്ഷേ നോക്കിയിട്ട് കിട്ടിയില്ല അവർക്കും. നമ്മൾ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ വാൾ ഓഫ് ഫെയിം എന്ന പേരിൽ ഒരു ഗ്ലാസ് കൊണ്ടുണ്ടാക്കിയ ഷോക്കേസ് വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഈ ടവറിന് കിട്ടിയ പുരസ്കാരങ്ങളും മറ്റ് ചില ടവറിനൊക്കെ ചെറിയ മിനിച്ചർ ഫോമൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് നമുക്കങ്ങനെ ടൈം ലിമിറ്റ്സ് ഒന്നുമില്ല. എത്ര സമയം വേണമെങ്കിലും ഇവിടെ നമുക്ക് സ്പെൻഡ് ചെയ്യാം. എന്തായാലും ഒരു 1-2 മണിക്കൂറൊക്കെ സ്പെൻഡ് ചെയ്യാനുള്ള സെറ്റപ്പുകൾ ഇതിനകത്തുണ്ട്. ഇവിടെ നോക്കിയപ്പോൾ ശരിക്കും കാണാൻ പറ്റുന്നത് കൂടുതൽ നമ്മുടെ ഇന്ത്യൻസിനെ തന്നെയാണ്. എസ്പെഷ്യലി നോർത്ത് ഇന്ത്യൻസ്, അത് കഴിഞ്ഞിട്ട് നമ്മുടെ സൗത്ത് ഇന്ത്യൻസ്. അങ്ങനെ നമ്മൾ പെട്രോണാസ് ടവർ കണ്ടിരിക്കുന്ന സുഹൃത്തുക്കളെ. പെട്രോണാസ് ട്വിൻ ടവറിനെ കുറിച്ച് കൂടുതലായിട്ട് ഇതിൽ പറയണമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയ്ക്ക് പ്രശസ്തമായിട്ടുള്ള ഒരു ടവറാണിത്. മലേഷ്യയിൽ ആര് വന്നു കഴിഞ്ഞാലും ആ ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഒരു ഫോട്ടോ, ഇത് കമ്പൽസറിയാണ്. ഇത് ചെയ്യാതെ പോകുന്ന ആരും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും നമ്മളവിടെ പോകുന്നതായിരിക്കും. അവിടുത്തെ കാഴ്ചകളെല്ലാം അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. ഇത് ഡേ ടൈം വ്യൂ ആണ്. ശരിക്കും മറ്റൊരു വ്യൂ കൂടെ ഉണ്ട്. അത് കാണണമെന്നുണ്ടെങ്കിൽ രാത്രി തന്നെ വരണം. ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ ബിൽഡിങ്സുകളെല്ലാം ലൈറ്റ്സ് കൊണ്ട് ആലങ്കാരികമായിട്ട് നിൽക്കുന്നതായിരിക്കും. അതൊരു വേറിട്ട കാഴ്ച തന്നെയായിരിക്കും. പക്ഷേ ഞാൻ നിർബന്ധിക്കുന്നില്ല. സാധിക്കുന്നവർക്ക് ഡേ ടൈമും നൈറ്റ് ടൈമും രണ്ടും വന്ന് കാണുകയാണെങ്കിൽ അത് പ്രത്യേക ഒരു എക്സ്പീരിയൻസ് തന്നെയായിരിക്കും.
എന്തായാലും ഈ KL ടവർ എൻട്രി ഓർത്താണ് ശരിക്കും നമ്മുടെ പൈസ മുതലായെന്ന് പറയാം. അത്രമാത്രം ഒരു വേറിട്ടൊരു എക്സ്പീരിയൻസ് തന്നെയാണ് നമുക്ക് ലഭിച്ചത്. ഏജൻസി വഴി വരുന്നവർക്ക് ഓൾറെഡി അവർ ടിക്കറ്റ് എടുത്ത് വെച്ചിട്ടുണ്ടാവും. അല്ലാത്തവർ ഇവിടെ വന്നെടുക്കാൻ നിൽക്കരുത്. നേരത്തെ ഓൺലൈനിൽ ടിക്കറ്റ് എടുത്ത് വെച്ചിട്ട് വരുന്നതായിരിക്കും നല്ലത്. തിരക്കുള്ള സമയമാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിലപ്പെട്ട സമയം ക്യൂവിൽ ഒന്ന് വേസ്റ്റ് ആവാൻ സാധ്യതയുണ്ട്. ഇവിടെ കുറച്ച് ടെലിസ്കോപ്പുകളുണ്ട്, നമുക്ക് സൂം ചെയ്ത് എങ്ങനെ കാണാൻ പറ്റും. കൊള്ളാം, നല്ല അടിപൊളി നിക്കോണ്ട സാധനം തന്നെയാണ് വെച്ചിരിക്കുന്നത്. എത്ര സൂം ചെയ്തിട്ടും നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടൽ ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ശരിക്കും ആ ഒരു ട്രൈ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇവിടെ നല്ല വാഷ്റൂംസ് ഉണ്ട്. അത്യാവശ്യം നമുക്ക് മറ്റേ ശങ്കകളൊക്കെ തോന്നിക്കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, അതിനുള്ള സൗകര്യമെല്ലാം ഇവിടെ ഉണ്ട്. താഴെ റോഡിൽ കൂടെയൊക്കെ കുഞ്ഞുമ്മുണി വണ്ടിയിലൊക്കെ പോകുന്നുണ്ടോ? എൻ്റെ ഫോണിൽ സൂം ചെയ്തെടുക്കുന്ന വിഷ്വലാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. എനിവേ ഇവിടുത്തെ കാഴ്ചകളെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്ത ഡെസ്റ്റിനേഷനിട്ട് പോവാം. ഇനി വരാൻ പോകുന്ന വീഡിയോസ് എല്ലാം കിടിലോസ്കി വീഡിയോകളായിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലാത്തുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടത്തില്ല. ഇനിയും ഇതുവരെയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരിക്കും ബൈ.